Students, welcome to research methodology class. In the previous classes, we were discussing about data collection, how to collect primary data for your study. Then what are the different sources of secondary data? In this class, we are going to study about how to make the data suitable for analysis, how we can arrange the data systematically for analysis. This process is known as data preparation. As all of you know, the questionnaire aims for collecting data for our research, for our study. So this data should be prepared for analysis. That means we have, for example, 700 questionnaires with the responses of respondents. The data in these 700 or 800 questionnaires are to be summarized into a systematic format. Then only you can make it for analysis. But the raw data in the questionnaire should be converted into a suitable form. അപ്പോൾ അങ്ങനെ നമ്മൾ റോ ഫോമിലിരിക്കുന്ന ഈ ക്വസ്റ്റ്യനെയറിനെ ഒരു സയൻറ്റിഫിക്കായ രീതിയിൽ ടേബിളുകളിലേക്കും മറ്റും മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. The result of the analysis, ആ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ വി കളക്റ്റഡ്. അപ്പോൾ വി ഹാവ് ടു ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ആർ ദ അനാലിസിസ് വി ആർ ഗോയിങ് ടു ഡു വിത്ത് ദിസ് ഡാറ്റ. വി ഹാവ് ടു അറേഞ്ച് ദ ഡാറ്റ അക്കോർഡിംഗ് ടു ദ അനാലിസിസ്. അത് ഏത് അനാലിസിസിന് ഏത് രീതിയിലാണ് ഈ ഡാറ്റ വേണ്ടത്, അതിൻ്റെ രീതിയിൽ നമ്മളതിനെ അതിനെ ഡാറ്റയെ അറേഞ്ച് ചെയ്യണം. Well, there are so many steps in data preparation. First one, questionnaire checking. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കളക്ട് ചെയ്ത 700 ക്വസ്റ്റ്യനെയർ നമുക്കറിയാം 700 ആൾക്കാർ പൂരിപ്പിച്ചതാണ്. അത് നമ്മൾ നേരിട്ടോ അല്ലാതെയോ ആണ് പൂരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനെയറും നമ്മൾ വെരിഫൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? വെദർ ടു എൻഷുർ ദാറ്റ് ഓൾ ഓഫ് ദം ആർ കംപ്ലീറ്റ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ, എല്ലാ ആൻസേഴ്സും കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ. ചില ആൾക്കാർ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാക്കാതെ കോൺട്രഡിക്ടറി ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യനെയറുകൾ മുഴുവൻ പരിശോധിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ദ കംപ്ലീറ്റഡ്നെസ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ, സിമിലർലി ദ റെസ്പോൺസസ് ഓഫ് ദ റെസ്പോണ്ടൻസ്. ഒന്നാമതായിട്ട് ക്വസ്റ്റ്യനെയറുകൾ മുഴുവൻ പരിശോധിക്കുക. അതിൽ വല്ല മിസ്സിംഗ് ഉണ്ടോ, ഇൻകംപ്ലീറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ട്, എഡിറ്റിംഗ്. എഡിറ്റിംഗ് മീൻസ് വി നീഡ് സം എഡിറ്റിംഗ് വിത്ത് സം ക്വസ്റ്റ്യനെയർസ്. അപ്പോൾ ചിലതിനകത്ത് എറേഴ്സ് ഉണ്ടാവും, ഒമിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരിപ്പോൾ നമ്മൾ ആൾക്കാർ പലതരത്തിൽ അശ്രദ്ധയെ പൂരിപ്പിച്ചിട്ടുണ്ടാവും. ദർ ഷുഡ് ബി എ കെയർഫുൾ സ്ക്രൂട്ടിനി. എൻഷുർ ദാറ്റ് ദ ഡാറ്റ ആർ ആക്യുറേറ്റ്, കൺസിസ്റ്റൻറ്റ്, യൂണിഫോം ആൻഡ് വെൽ അറേഞ്ച്ഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിനകത്ത് ഒരാൾ അയാൾ മെയിൽ ആണ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ നമുക്ക് പേര് വായിച്ചാൽ മനസ്സിലായി അയാൾ മെയിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അത് എൻട്രി ചെയ്യണം. അല്ലെങ്കിൽ അയാളുടെ ഏജ് അയാൾ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻകം അത് കൃത്യമായി കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് രണ്ട് രീതിയിൽ എഡിറ്റിംഗ് നടത്താം. ഒന്ന് ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ഡാറ്റ കളക്ട് ചെയ്യുന്ന അന്നേരം തന്നെ അയാൾ പൂരിപ്പിച്ച് തരുമ്പം അയാളോട് ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്ന ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Completing the questionnaire means correcting the errors when it is done by the respondent. രണ്ട്, സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിസർച്ചറുടെ നേതൃത്വത്തിൽ എല്ലാം ഒരുമിച്ച് പരിശോധിക്കുന്നതാണ് സെൻട്രൽ എഡിറ്റിംഗ്. ഇനി മൂന്ന്, കോഡിംഗ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഡാറ്റ അനാലിസിസ് നടത്തുന്നത് SPSS-ലാണ്. ഇപ്പോൾ SPSS-ൽ ഡാറ്റ അനാലിസിസ് നടത്തുമ്പം നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള കോഡുകൾ കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൽ, ഫീമെയിൽ. അപ്പോൾ SPSS-ൽ നമ്മൾ മെയിൽ ഫീമെയിൽ എന്നല്ല അടിക്കുക, നമ്മൾ 1 മെയിൽ ഫോർ 1 ഫീമെയിൽ ഫോർ 2 എന്നായിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ കമാൻഡ് കൊടുക്കുക കമ്പയർ ബിറ്റ്വീൻ 1 and 2 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പയർ ദ റെസ്പോൺസസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ പലതരം എന്താ പറയുക ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസിന് കുറേ ഹെഡിങ്ങും ഉണ്ടാവും. ആ ഹെഡിങ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ സോഫ്റ്റ്വെയറിൽ അത് ചെയ്യുമ്പം ആ ഹെഡിങ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഗിവ് കോഡ്സ്.
അപ്പോൾ അസൈനിങ് ന്യൂമറൽസ് ഓർ സിംബൽസ് ഫോർ കാറ്റഗറീസ്, ഇപ്പോൾ മെയിൽ ഫീമെയിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവല്, അല്ലെങ്കിൽ ഇൻകം ലെവല്, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന റിമാർക്സ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആൻസേഴ്സ് ടു ദം. അപ്പോൾ ക്ലാസ്സസ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ദ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ നമ്മൾ റിസർച്ച് പ്രോബ്ലം ഫോർ എക്സാമ്പിൾ ഇപ്പം എഡ്യൂക്കേഷൻ, അത് നമ്മൾ ഏതൊക്കെ ലെവലിൽ വരെയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം അതൊക്കെ നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കും. കോഡിംഗ് ഈസ് നെസസറി ഫോർ എഫിഷ്യൻറ്റ് അനാലിസിസ്. ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. ഇനി ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോഡ് ചെയ്തു, ഫോർ എക്സാമ്പിൾ മെയില് ഫീമെയില്, എഡ്യൂക്കേഷൻ ലെവൽ ഇല്ലിറ്ററേറ്റ് ലിറ്ററേറ്റ് ഹൈലി അങ്ങനെ നമ്മൾ കോഡ് ചെയ്തു. നമ്മളിതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മളിനി ക്ലാസ് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അറേഞ്ചിങ് ദ ഡാറ്റ ബേസ്ഡ് ഓൺ കോമൺ ഫീച്ചേഴ്സ്, ഇതാണ് ഡിവൈഡിങ് ദ ടോട്ടൽ ഡാറ്റ ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ്. അത് രണ്ട് തരത്തിലുണ്ട്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിക്കാണ് അത് ഉപയോഗിക്കുക. ആട്രിബ്യൂട്ട്സ് നമ്മളെ ലിറ്ററസി, സെക്സ്, ഹോണസ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ന്യൂമറിക്കൽ, വെയ്റ്റ്, ഹൈറ്റ്, ഇൻകം. അപ്പോൾ ഡാറ്റ ബേസ്ഡ് ഓൺ ആട്രിബ്യൂട്ട്സ് ആർ കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ദിസ് ക്ലാസിഫിക്കേഷൻ മേ ബി സിമ്പിൾ, ദാറ്റ് മീൻസ് വിത്ത് one attribute and two classes, or manifold, two or more attributes to many classes. അപ്പോൾ നമ്മളെ ഡാറ്റയെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ. അത് ഡിസ്ക്രിപ്റ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താവാം, അല്ലെങ്കിൽ അത് ന്യൂമറിക്കൽ ആവാം. അപ്പോൾ നമ്മുടെ ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാനിഫോൾഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. രണ്ടാമത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവെൽസ്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏജാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ 700 ആളുടെ ഏജ് കളക്ട് ചെയ്തു. അതിൽ 20 വയസ്സിൽ താഴെയുള്ളവർ കാണും, 30 വയസ്സിൽ താഴെയുള്ളവർ കാണും, 70 വയസ്സ് വരെയുള്ള പല കാറ്റഗറിയിലുള്ളവരാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് ആ ഡാറ്റയെ പല ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഫോർ എക്സാമ്പിൾ 20 ബിലോ 20, 20 to 30, 30 to 40, 40 to 50. So you can classify the data on some intervals. അപ്പം ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് നമുക്ക് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവൽ. അപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് വേരിയബിൾ എന്നാണ്. അത് ക്ലാസ് ഇൻ്റർവൽ, ഇതാണ് ക്ലാസ് ഇൻ്റർവൽ. ക്ലാസ് ഇൻ്റർവെൽ നേരത്തെ പറഞ്ഞു 20 തൊട്ട് 30 വരെ 10 ക്ലാസ് ഇൻ്റർവെൽ, 30 തൊട്ട് 40 വരെ 10 ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ എത്രയാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ അതിൻ്റെ എത്ര ഗ്രൂപ്പ് വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര ഗ്രൂപ്പ്സ് വേണോ അത്രയും ക്ലാസ് ഇൻ്റർവെല്ലായിട്ട്. ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ വരുന്ന നമ്പർ അതാണ് ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ 20 വയസ്സിൽ താഴെയുള്ള 10 പേരാണ് നമ്മുടെ അവിടെ ഉള്ളതെങ്കിൽ ആ 20 വയസ്സിൽ താഴെയുള്ളതിൻ്റെ ഫ്രീക്വൻസി 10 ആണ്. 20 തൊട്ട് 30 വരെ 13 പേരുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 13 ആണ്. സോ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദാറ്റ് ക്ലാസ്, അതാണത് ഫ്രീക്വൻസി. അപ്പോൾ അതൊരു ടേബിളായിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹൗ മെനി ക്ലാസ്സസ്, നമുക്ക് എത്ര ക്ലാസ് വേണം, അതാരാണ് തീരുമാനിക്കേണ്ടത്? റിസർച്ചർ. ഓൺ ദ ബേസിസ് ഓഫ് ദ പർപ്പസ് ഓഫ് റിസർച്ച് he have to divide the total data into different classes. 2, how to choose class interval, അത് എക്സ്ക്ലൂസീവ് വേണോ ഇൻക്ലൂസീവ് വേണോ? അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പോയിന്റ് പിന്നെ അതിനകത്ത് തന്നെ വരുന്നതാണോ, ഇൻക്ലൂസീവ് ആണോ, അതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽ ആൻഡ് ദ ആവറേജ് ഐറ്റംസ് ഇൻ ദ ക്ലാസ് ഷുഡ് റിമെയിൻ ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ അത് മിഡ് പോയിന്റ് നമ്മളിപ്പം ഫ്രീക്വൻസി ഫോർ എക്സാമ്പിൾ പിന്നെ 10 to 20, 20 to 30 അങ്ങനെ നമ്മൾ കൊടുത്ത് പോകുമ്പം അത് യൂണിഫോമായി കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റും അടുത്ത ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റുമായിട്ട് അത് യൂണിഫോമായിട്ട് പോവുള്ളൂ. അപ്പോൾ മൂന്നാമതായിട്ട് ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് ഐറ്റംസ്. ഫ്രീക്വൻസി ഓഫ് ഈച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നിലുള്ള ഐറ്റംസ് എത്രയെന്ന് കണ്ടെത്തും. അപ്പോൾ ഇതാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ. അടുത്തത് ടാബുലേഷൻ. Tabulation means arranging the data in a logical manner, in a systematic manner. So summarizing the data into tables. Tabulation means summarizing data into tables. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് യു ഹാവ് ടു മേക്ക് ടേബിൾസ്. നമുക്ക് ടേബിൾസ് ഉണ്ടാക്കണം. നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ടേബിൾസിന് കോളംസ് ആൻഡ് റോസ് ഉണ്ട്. കോളവും റോയും ഉണ്ട്. അപ്പോൾ ആ കോളവും റോ വരുന്ന സമയത്ത് നമ്മൾ അതിനെല്ലാം ഹെഡിങ് കൊടുക്കണം,
കൃത്യമായിട്ടുള്ള അതിന് സ്പെസിഫിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ടാബുലേഷൻ ഈസ് എസെൻഷ്യൽ ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് സ്പേസ് ആൻഡ് സൈസ്. ഇപ്പോൾ ഈ 700 ക്വസ്റ്റ്യനെയറിലുള്ള ഡാറ്റ നമുക്ക് ഒറ്റ ടേബിളിലായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ വരുമാനം, അവരുടെ റാങ്കിങ്, അവരുടെ ഓരോന്നിനുള്ള അഭിപ്രായം നമുക്ക് 1-2 പേജിലെ ടേബിളിലായിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു. കമ്പാരിസൺ, കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു റീജിയൻ മറ്റൊരു റീജിയനുമായി കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. സമ്മിങ് അപ്പ് ആൻഡ് ഫൈൻഡിങ് ഓഫ് എറേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷനൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് മേ ബി ഐദർ മാനുവൽ ഓർ ഇലക്ട്രോണിക്. അത് നമുക്ക് മാനുവലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ ടാലി മാർക്ക് ഇങ്ങനെ 4 വര വരയ്ക്കും, 5ാമതെണ്ണം വന്നാൽ ക്രോസ് വരയ്ക്കും. അങ്ങനെ 5 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് എണ്ണിയെടുക്കുന്നതാണ് എന്ത്, മാനുവൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ടാബുലേഷൻ എന്ന് പറയുന്നത് അത് 1 വേ ടേബിൾ ആവാം, അത് സിമ്പിൾ, അല്ലെങ്കിൽ മാനിഫോൾഡ് 2 വേ ഓർ 3 വേ ടേബിൾസ്. അപ്പോൾ ടാബുലേഷൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടേബിൾസ് വളരെ ക്ലിയർ ആയിരിക്കണം. ദർ ഷുഡ് ബി എ ടൈറ്റിൽ ഫോർ എവരി ടേബിൾ. ഡിഫറെൻറ്റ് നമ്പർ, എല്ലാ ടേബിളിനും വ്യത്യസ്തമായ നമ്പർ. നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓരോന്നിനും ചാപ്റ്ററിന് 2.1, 2.2 എന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ കൊടുക്കും. ഷുഡ് ഹാവ് കോളം ഹെഡിങ് ആൻഡ് റോ ഹെഡിങ്. എല്ലാത്തിനും ഹെഡിങ് വേണം, കോളത്തിനും ഹെഡിങ് വേണം, റോ ഹെഡിങ്ങും വേണം. യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഷുഡ് ബി ഇൻഡിക്കേറ്റഡ്. അത് കിലോയാണോ, 1000-ലാണോ, ഇൻ ലാക്സ് ആണോ, അതിൻ്റെ യൂണിറ്റ് മെഷർ ചെയ്തിരിക്കണം, അത് പറഞ്ഞിരിക്കണം. ഫുഡ് നോട്ട്സ്, അതിന് വേണ്ട എക്സ്പ്ലനേറ്ററി ഐറ്റംസ്, ചില ഐറ്റംസ് ഫോർ എക്സാമ്പിൾ പ്രൊവിഷണൽ, അല്ലെങ്കിൽ നോട്ട്, ആക്ച്വൽ, അസ്യൂംഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കൊടുക്കണം. ഫുഡ് നോട്ട്സ്. സോഴ്സ്, ഇത് എവിടെ നിന്ന് എടുത്തതാണ്, നമ്മുടെ ഏതെങ്കിലും റിപ്പോർട്ടിൽ നിന്ന് കമ്പയർ ചെയ്താണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കമ്പയർഡ് ഫ്രം RBI റിപ്പോർട്ട്സ്, നമ്മൾ സ്വന്തമായി കളക്ട് ചെയ്താണെങ്കിൽ പ്രൈമറി ഡാറ്റ ഇത് കൊടുക്കണം. റീഡബിൾ ആൻഡ് അട്രാക്റ്റീവ്, അത് അട്രാക്റ്റീവ് ആയിരിക്കണം. കോളംസ് ഷുഡ് ബി നമ്പേർഡ് 1 to 3 എന്ന് പറഞ്ഞ് കോളംസിന് നമ്പർ കൊടുക്കണം. ദെൻ ഓൺലി വി ക്യാൻ കമ്പയർ 1 and 4 അല്ലെങ്കിൽ 5 and 9 എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ദോസ് കോളംസ് ഹൂസ് ഡാറ്റ ആർ കമ്പയർഡ് ഷുഡ് ബി കെപ്റ്റ് അസൈഡ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് രണ്ടും അടുത്തടുത്ത് വെക്കുന്നതാണ് സൗകര്യം. അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റുപ്പീസ് നമ്മൾ വലിയ വലിയ കണക്കാണ് എഴുതുന്നതെങ്കിൽ അതിന് നിയർ 100ലേക്ക് അതിനെ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ 50ലേക്ക് റൗണ്ട് ചെയ്യുക, ചില്ലറ പൈസയൊക്കെ ഒഴിവാക്കുക. അബ്രീവിയേഷൻസ് ഒഴിവാക്കണം, കൃത്യമായി നല്ല ടെർമിനോളജി തന്നെ ഉപയോഗിച്ചിരിക്കണം. ടേബിൾ ഷുഡ് ബി ക്ലിയർ, ലോജിക്കൽ ആൻഡ് സിമ്പിൾ. Arrangements of categories may be chronological, geographical or according to magnitude of facilitate comparison. അപ്പോൾ നമ്മൾ കാറ്റഗറീസ് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടാബുലേഷൻ മീൻസ് നമ്മൾ കളക്ട് ചെയ്ത 700 ക്വസ്റ്റ്യനെയറിലെ ഡാറ്റയെ ഒരു ടേബിളിലേക്ക് മാറ്റുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ടാബുലേഷൻ. ടേബിൾ ഷുഡ് ബി പ്രിപ്പയർഡ് വെരി ക്ലിയർലി, ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ, ഇറ്റ് ഷുഡ് ഹാവ് പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ, നമ്പേഴ്സ്, എവരിത്തിങ്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഈ ഡാറ്റയെ നമുക്ക്, റോ ഡാറ്റയെ നമുക്ക് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഇതാണ് ബാർ ചാർട്ടും പൈ ചാർട്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാം, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ ഡാറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ദർ മേ ബി സം മിസ്സിങ് ഐറ്റംസ്, വി ഹാവ് ടു ചെക്ക് ദ കൺസിസ്റ്റൻസി. അപ്പോൾ അങ്ങനെ ഈ ഡാറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയും എല്ലാം വെരിഫൈ ചെയ്യുന്നതിനാണ് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ അഡ്ജസ്റ്റിംഗ്. ഡാറ്റ അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോന്നിനും നമ്മൾ വെയിറ്റ് കൊടുത്തിട്ടുണ്ടാവും. വെയിറ്റഡ് ആവറേജ് ഒക്കെ, വെയിറ്റ് 3 തരത്തിലുള്ള കാര്യങ്ങൾ. വെയിറ്റ് അസൈനിങ് എന്ന് പറഞ്ഞാൽ ചിലതിനകത്ത് നമ്മൾ കൂടുതൽ വെയിറ്റ് കൊടുക്കണം, ചിലതിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറവായതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം. അതാണ് വെയിറ്റ് അസൈനിങ്. വേരിയബിൾ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ എടുത്ത സമയത്തുള്ള വേരിയബിൾസ് അല്ലാതെ ഓൺ ദ ബേസിസ് ഓഫ് അവർ ഡാറ്റ വി മേ ഐഡൻറ്റിഫൈ സം ന്യൂ വേരിയബിൾസ്. അതിനാണ് എന്തെന്ന് പറയുന്നത്, വേരിയബിൾ സ്പെസിഫിക്കേഷൻ. സ്കെയിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കെയില്, നമ്മൾ കളക്ട് ചെയ്ത ഈ ഡാറ്റയുടെ സ്കെയില് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണോ വേണ്ടത്. ഇനി മിസ്സിംഗ് വാല്യൂസ് ആൻഡ് ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിസർച്ചർ നമ്മൾ ഉദ്ദേശിച്ച ഡാറ്റ, നമ്മൾ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി ഉൾപ്പെടുത്തിയ ഒരു ഐറ്റം മെജോറിറ്റി ഓഫ് ദ റെസ്പോണ്ടൻസ് തന്നിട്ടില്ല. They are not in a position to give the data. So one important question to be answered by the respondents are missing. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഭൂരിപക്ഷവും കൊടുക്കുന്ന ഒരു റെസ്പോൺസിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ചില ആൾക്കാർ നടത്തും. സം പീപ്പിൾ വിൽ മേക്ക് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇനി ടൈപ്സ് ഓഫ് അനാലിസിസ്, ലാസ്റ്റിലേക്ക് എത്തുകയാണ് നമ്മൾ. അനാലിസിസ് എന്ന് പറയുന്നത്
So we have to measure some values from the data. You have to identify the relationship between the variables, with the items in the data. അപ്പോൾ ഡാറ്റയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ മെഷർ ചെയ്യണം. By estimating the values of unknown parameters of the population and testing of hypotheses for drawing inferences. Unknown parameters, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം. ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാം. അപ്പം യു ഹാവ് ടു യൂസ് ഡിഫറെൻറ്റ് ടെക്നിക്സ്. ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയും, അതൊരു വേറൊരു പേരാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്, ഇതെല്ലാം നമ്മൾ നടത്തുന്നു. ദിസ് ഹെൽപ്പ് അസ് ഫോർ കൺക്ലൂഷൻ. അപ്പോൾ പോപ്പുലേഷൻ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇൻ്റർപ്രിട്ടേഷൻസ് ആർ ആൾസോ ബേസ്ഡ് ഓൺ ദിസ്. അപ്പോൾ അതിന് കോറിലേഷൻ അനാലിസിസ് ഉണ്ട്, റിഗ്രഷൻ അനാലിസിസ് ഉണ്ട്, മൾട്ടിവേരിയറ്റ്, കുറേ അധികം ടെക്നിക്സ് ഉണ്ട്. നമ്മൾ റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് you have to decide in advance what are the tools which you are going to adopt in your research. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ സമ്മറൈസ് ചെയ്തതിന് ശേഷം you have to generalize the data based on the sample to the population. അപ്പോൾ ജനറലൈസേഷൻ നടത്താനായിട്ട് സാധിക്കണം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് us to draw conclusion and generalization. അപ്പം സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ sampling statistics and concerned with the estimation of population parameter and testing of statistical hypothesis. അപ്പോൾ നമ്മൾ 700 ആളെ സെലക്ട് ചെയ്തു. കേരളത്തിലെ ഫോർ എക്സാമ്പിൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ കുറിച്ചുള്ള പഠനമായിരുന്നു. വി സെലക്ടഡ് 700 റെസ്പോണ്ടൻസ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡാറ്റ ഓഫ് ദി 700 റെസ്പോണ്ടൻസ് വി ക്യാൻ മേക്ക് സം കൺക്ലൂഷൻ. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്കറിയാം അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേയധികം ടെക്നിക്സ് ഉണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ, പിന്നെ ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ്, അങ്ങനെ പലതരത്തിലുണ്ട്. ഓൾ ഓഫ് ദം ആർ സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ സ്റ്റഡി. അപ്പോൾ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ ഇനി അനാലിസിസിൻ്റെ പോർഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ ഒരു തിയററ്റിക്കൽ കാര്യത്തിൽ നിന്ന് ഇനി നമ്മൾ അതിൻ്റെ അനാലിസിസിലേക്കും അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കും പോവുകയാണ്. നിങ്ങളിത് ഫോളോ ചെയ്യുക. താങ്ക് യു.